നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 541st day. Today 12th sloka of Pradhamaskandam 2nd chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം, ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 541 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 12ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 2ാമത്തെ അധ്യായത്തിലെ 12ാമത്തെ ശ്ലോകം. ഓം തത്സത്. തശ്രദ്ധധാനാമുനയോ ജ്ഞാനവൈരാഗ്യയുക്തയാ പശ്യന്താത്മനി ചാത്മാനം ഭക്ത്യാ ശ്രുതഗൃഹീതയാ. തശ്രദ്ധധാനാമുനയോ ജ്ഞാനവൈരാഗ്യയുക്തയാ പശ്യന്താത്മനി ചാത്മാനം ഭക്ത്യാ ശ്രുതഗൃഹീതയാ. ഓം തത്സത്. ഈ ശ്ലോകത്തിൽ പറയുകയാണ് അതായത് ആ തത്വത്തെ, പരമമായ ആ തത്വത്തെ വളരെ ശ്രദ്ധയോടുകൂടി, ശ്രദ്ധദാന എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുന്നവരായിട്ടുള്ള ആ മുനിമാർ, ശ്രുതഗൃഹീതയ കേൾവി കൊണ്ട്, കേട്ടുകൊണ്ട് ഗ്രഹിക്കപ്പെട്ടിട്ടുള്ളതും ജ്ഞാനവൈരാഗ്യത്തോടു കൂടിയുള്ളതുമായ ആ കേൾക്കുന്ന മുനിമാർ ജ്ഞാനവും വൈരാഗ്യവും ഉള്ളവരാണ്. അങ്ങനെയുള്ള അതിനോട് കൂടിയിട്ട് ഈ തത്വം കേൾക്കുന്ന അവർ, വിഷയവൈരാഗ്യം ഉള്ള ഈ തത്വം കേൾക്കുന്ന ഈ മുനിമാർ ഭക്തി കൊണ്ട് ആത്മാവിനെ, ഉള്ളിലുള്ള ആ പരമാത്മ നമ്മുടെ ഉള്ളിൽ ശരീരത്തിൽ, ക്ഷേത്രത്തിൽ കാണുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ ശരീരത്തെ നിലനിർത്തുന്നത് ആ പരമാത്മാവാണ്. ആ ശരീരത്തിൻ്റെ ഉള്ളിൽ നമ്മെ നിലനിർത്തുന്ന ആ പരമാത്മാവ്, അതൊന്നു മാത്രമാണ് സത്യം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കാണുന്നത് അത്രയും ആ പരമാത്മാവിൻ്റെ രൂപങ്ങളായിട്ടും ആരോടും ഒരു ദേഷ്യമോ കോപമോ ഒന്നിനോടും ഒരു ബന്ധനമോ ബന്ധമില്ലായ്മയോ ഒന്നും സംഭവിക്കുകയില്ല. എല്ലാം ദൈവസ്വരൂപികളായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ ഉള്ള ആ രത്നത്തെ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആ പരമമായ തത്വത്തെ, രത്നത്തെ അതറിയുക എന്നതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പരമാനന്ദമായിരിക്കും. ഒരിക്കലും പിന്നീട് ഈ ശരീരത്തെക്കുറിച്ചോ ശരീര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ ലോക കാര്യങ്ങളോ ഓർത്ത് നമുക്ക് ദുഃഖം തോന്നുകയില്ല. ലൗകിക ജീവിതം അത് അതിൻ്റെ പാട്ടിന് നടക്കും, പക്ഷേ അതിൽ ഒരിക്കലും നമുക്ക് ദുഃഖമുണ്ടാവില്ല. ആത്മാവ് എപ്പോഴും പരമാനന്ദത്തിൽ ലയിച്ച്, നമ്മുടെ ജീവാത്മാവ് എപ്പോഴും ആ പരമാത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പരമാത്മാവിൽ ലയിച്ച് അതിൽ സന്തോഷം കണ്ടെത്തി ആ സന്തോഷത്തിൽ മുഴുകി തൻ്റെ ഈ ശരീരം വെടിയുന്നതുവരെ ജീവൻ മുക്തരായിട്ട് ജീവിക്കും. അങ്ങനെ ആ ജീവൻ മുക്തരായി ജീവിക്കാൻ സാധിക്കുന്നത് തന്നെയാണ് ഈ ജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യം. അത് ഇങ്ങനെ ശ്രദ്ധയോടുകൂടി ആ തത്വത്തെ കേട്ടാൽ ലഭിക്കും, ഒട്ടും സംശയമില്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്രദ്ധയോടുകൂടി ആ തത്വം കേൾക്കുകയും വിഷയവൈരാഗ്യത്തോടുകൂടിയും ജ്ഞാനത്തോടുകൂടിയും അത് ശ്രവിച്ച് നമ്മുടെ ഉള്ളിലുള്ള ആ ജീവാത്മാവിനെ നിലനിർത്തുന്ന ആ പരമാത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്നറിയും. ജീവാത്മാവും പരമാത്മാവും മാത്രമല്ല, ആ ജീവാത്മാവിനെയും ജീവാത്മാവിനെ നിലനിർത്തുന്ന ആ പരമാത്മാവ് തന്നെയാണ് ഈ ലോകത്തുള്ള സകല ചരാചരങ്ങളെയും നിലനിർത്തുന്നത് എന്ന് മനസ്സിലാവുകയും നാം അതോട് താതാത്മ്യം പ്രാപിക്കുകയും ചെയ്യും. അങ്ങനെ താതാത്മ്യം പ്രാപിക്കുന്ന ആ
അതാണ് അദ്വയം എന്ന് പറയുന്നത്. പിന്നീട് നമുക്കൊരു രണ്ട് എന്ന ഭാവം ഉണ്ടായിരിക്കുകയില്ല, എല്ലാം ഒന്നായി ഭവിക്കും. അതുതന്നെയാണ് പരമാനന്ദം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമ്മുടെ ക്ഷേത്രത്തിലുള്ള ആ പരമാത്മാവിനെ അറിയുന്നത് തന്നെ നമ്മുടെ പരമമായ ലക്ഷ്യം ആയിരിക്കണം എന്നാണ് പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. തശ്രദ്ധധാനാമുനയോ ജ്ഞാനവൈരാഗ്യയുക്തയാ പശ്യന്താത്മനി ചാത്മാനം ഭക്ത്യാ ശ്രുതഗൃഹീതയാ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത്സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.